ഇന്നലെ ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയവർ ഇപ്പോൾ അമൃത ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സർക്കാർ ആശുപത്രി ശസ്ത്രക്രിയ നടത്തിയതാണ്. ഞാനിപ്പം അമൃത ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്, അവരെ കാണുന്നുണ്ട്. ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽപ്പെട്ട പുന്നപ്രയ്ക്കടുത്തുള്ള സ്ഥലത്തെ ഉഷ എന്ന് പറയുന്ന സ്ത്രീക്കാണ് ഇതുണ്ടായത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കോഴിക്കോട് ഇതുപോലെ ഒരു സ്ത്രീക്കുണ്ടായത്. കത്രിക വയറ്റിൽ കിടന്നു. അവസാനം മന്ത്രി എന്ന എല്ലാ ഉറപ്പും കൊടുത്തു. ഓരോറപ്പും പാലിച്ചില്ല. ആ പാവപ്പെട്ട സ്ത്രീ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വീട്ടുപടിക്ക് സത്യാഗ്രഹമായിരുന്നു. ഞാനവിടെ പോയിരുന്നു. 1 രൂപ കയ്യിലെടുക്കാൻ അവർക്കില്ല. പ്രതിപക്ഷ നേതാവ് 1 ലക്ഷം രൂപ കൊടുത്തു. ഞാൻ എൻ്റെ ഗാന്ധിഗ്രാം ഫണ്ടിൽ നിന്ന് ഇതറിഞ്ഞ് 1 ലക്ഷം രൂപ കൊടുത്തു. സർക്കാർ 5 പൈസ കൊടുത്തില്ല. അവർക്ക് എന്തെല്ലാം വാഗ്ദാനമാണ് കോഴിക്കോട് ചെന്ന് മന്ത്രി നടത്തിയത്? അതേ അവസ്ഥയാണ് ഇവിടെയും ഉള്ളത്. സർക്കാർ ആശുപത്രി കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയിരിക്കുന്നു. പാവപ്പെട്ട ആളുകൾക്ക് മെഡിക്കൽ കോളേജിൽ പോകാൻ പറ്റില്ല, സർക്കാർ ആശുപത്രിയിൽ പോകാൻ പറ്റില്ല. എല്ലാ സിസ്റ്റത്തിന് തകരാറാണെന്നാണ് മന്ത്രി പറയുന്നത്. സിസ്റ്റം നന്നാക്കാനാണല്ലോ ഈ മന്ത്രി ഇവിടെ ഉള്ളത്. സിസ്റ്റം തെറ്റാണെങ്കിൽ, അപകടമാണെങ്കിൽ അത് നന്നാക്കാനല്ലേ മന്ത്രി ഉള്ളത്. മന്ത്രി ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. കോഴിക്കോട് സംഭവത്തിൽ ശേഷം ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലല്ലോ. വളരെ ദുഃഖകരമായ സംഭവമാണ് ഈ ഉഷ എന്ന് പറയുന്ന സ്ത്രീക്കുണ്ടായത്. ഒരു ന്യായീകരണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായാൽ അത് നമുക്ക് സ്വീകാര്യമല്ല. അടിയന്തരമായി അവരുടെ മുഴുവൻ ചെലവ് വഹിക്കണം. ഇവർക്ക് അടിയന്തരമായി എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ആരോട് പറയാനാണ്? പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഒരു കാര്യവുമില്ല. ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും കോഴിക്കോട്ടെ സ്ത്രീക്ക് ഉണ്ടായില്ല. ഇപ്പോഴും ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുമില്ല. സർക്കാർ ആവർത്തിച്ച് പറയുന്നത് ഏറ്റവും മികച്ച ചികിത്സയാണ് സംസ്ഥാനത്ത് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ശസ്ത്രക്രിയയ്ക്ക് ചെയ്യുന്നതോടെ വയറ്റിനകത്ത് കത്രിക ഇടുന്ന ചികിത്സയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ നടന്നു പോകുന്നവന് മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരുന്ന കാലമാണിപ്പം. പല മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി അതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥയെപ്പറ്റി പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ എന്തെല്ലാം പീഡിപ്പിച്ചു ഈ ഗവൺമെൻറ്. തുറന്നു പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പീഡിപ്പിക്കുകയാണ്, ഡോക്ടർമാരെ പീഡിപ്പിക്കുകയാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായ ചികിത്സ അവർക്ക് നൽകണം. അവരുടെ ചികിത്സാ ചെലവ് മുഴുവൻ ഗവൺമെൻറ് വഹിക്കണം. നവകേരള സർവേക്കും ബോർഡ് വെക്കാനും കാശുണ്ടല്ലോ. ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കാശില്ലേ? രാജ്യം മുഴുവൻ മുഖ്യമന്ത്രിയുടെ തല വെച്ചുള്ള ബോർഡല്ലേ, അതിനെവിടുന്ന കാശ്? അപ്പോൾ ഈ പാവപ്പെട്ടവർക്ക് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ടുണ്ടായ ഗുരുതരമായ ഒരു പ്രശ്നമാണിത്. 5 വർഷമായിട്ട് ആ സ്ത്രീ തൻ്റെ വയറ്റിൽ കത്രികയായിട്ട് നടക്കുകയാണ്, വേദന അനുഭവിക്കുകയാണ്. ഒരു മനുഷ്യ സ്ത്രീ ഇത്രയും വലിയ വേദന അനുഭവിച്ചിട്ട് മന്ത്രി ഒന്ന് വിളിക്കുക പോലും ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു.